വചനം ഇസ് എ ടെസ്റ്റ്മെന്റ്. അതുകൊണ്ടാണ് എബ്രായർക്ക് എഴുതിയ ലേഖനം പറയുന്നത്, മരിച്ചതിന് ശേഷമാണ് ഒരു ടെസ്റ്റ്മെന്റ്, ഒരു ആധാരം നിലവിൽ വരുന്നത്, ഒരു വിൽപത്രം. യേശു മരിച്ചു എന്ന് മാത്രമല്ല, ഉയർത്തെഴുന്നേൽക്കുകയും കൂടെ ചെയ്തു ഇതിനെ നടപടിയാക്കാൻ. തൻ്റെ വാക്ക് ഇന്ന് നിലനിൽക്കുക. നമ്മൾ വസ്തു വാങ്ങിച്ചു കഴിഞ്ഞാൽ പേര് കൂട്ടുക എന്ന് പറയും, പോക്കുവരവ് ചെയ്ത് പേര് കൂട്ടിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഈ വചനം ഇസ് എ ടെസ്റ്റ്മെന്റ്. അപ്പോൾ എൻ്റെ പേര് കൂട്ടിയെടുക്കണം. അപ്പോൾ എനിക്കെല്ലാം ലഭിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും ഞാൻ പറയുന്നത്, ദൈവമേ നീ ഒന്ന് വന്ന് ചെയ്യും. അത് യെശയ്യാ പ്രവചനത്തിൽ മനോഹരമായൊരു വാക്കുണ്ട്. ഇവിടുന്ന് ആൾക്കാർ പറയാ, ദൈവമേ നീ എഴുന്നേൽക്കണം. ഉടനെ ദൈവം തിരിച്ചു പറയാം, സിയോനെ നീ എഴുന്നേൽക്ക്. ഇന്നും കർത്താവ് നിങ്ങളോടും എന്നോടും പറയുന്നത്, നീ ഒന്ന് എഴുന്നേറ്റേ, നീ ഒന്ന് കുടഞ്ഞേ, നിരാശകളെ നീ ശാസിച്ചേ, ഭയത്തെ നിന്റെ ജീവിതത്തിൽ ശാസിച്ചേ. എന്നിട്ട് പറയണം, ഇല്ല, എൻ്റെ പരമ വിളിക്കായി ഞാൻ മുന്നോട്ടാണ് ഓടാൻ പോകുന്നു. പരമ വിളിക്കായി കർത്താവ് വിളിച്ചിരിക്കുമ്പോൾ ആ ലിമിറ്റ്ലെസ് പവർ, ദൈവത്തിൻ്റെ ശക്തിയുടെ അളവില്ലാത്ത ശക്തി നിങ്ങളുടെയും എൻ്റെയും അകത്ത് തന്നിരിക്കുക.